അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ലോകത്ത് എല്ലാ പ്രണയങ്ങളും സക്സസ് ആകണമെന്നില്ല, ശരിയല്ലേ? ഈ ലോകത്ത് സക്സസ് ആയ പ്രണയത്തിൽപ്പെട്ടവർ എത്ര പേരുണ്ട്? കുറവല്ലേ? പക്ഷെ ചതിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കപ്പെട്ടവരോ നമുക്ക് വിരലിൽ എണ്ണാവിലും കൂടുതൽ ആൾക്കാരാണ്, ശരിയല്ലേ ഈ പറഞ്ഞതൊക്കെ? ഈ മനഃപൂർവ്വം പിരിഞ്ഞവരോട് അല്ലെങ്കിൽ ഈ ചതിച്ച് പാതി വഴിയിൽ ഇട്ടിട്ട് പോയവരോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജീവിതത്തിൽ കൂടെ കൂട്ടാൻ താല്പര്യമില്ല എങ്കിൽ പിന്നെ എന്തിനാടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലോട്ട് കയറി കയറുന്നത്? എന്ത് കാര്യമുണ്ട്? ആ വ്യക്തിയുടെ ജീവനും ജീവിതവും തകർത്തിട്ട് എന്ത് കിട്ടാനാണ്? അതുപോലെ തകർത്തെറിയപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ നടന്ന ബാക്കി കഥ എന്താണെന്നുള്ളതും കൂടി കേൾക്കണ്ടേ? അതും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും, പ്രണയിക്കണോ അതോ വേണ്ടേ, അതോ ഞാൻ പറയുന്നതെല്ലാം കളവാണോ എന്നുള്ളത്. കേട്ടോ കേട്ടോ. എടോ, എന്താ ഒന്ന് നിക്കടോ, എങ്ങോട്ടാ ഈ ഓടിപ്പോണേ? എന്താണ്? അല്ലടോ, ഒരു മൈൻഡൊന്നും ഇല്ലല്ലോ. ഒന്നും മൈൻഡ് ചെയ്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അല്ല, അപ്പോ അന്ന് പറഞ്ഞല്ലോ ഞാൻ പിന്നെ പറയാന്നൊക്കെ പറഞ്ഞു. എന്ത് പറയാന്ന്? അല്ല, ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ പിന്നെ പറയാന്ന്? എന്ത്? അല്ലോ, മറന്നാ? ആ, എന്താണ്? എടോ, ഈയല്ലേ പറഞ്ഞേ ഞാൻ പിന്നെ പറയാന്ന്? ആ, അതൊക്കെ പോട്ടെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എന്നാ പിന്നെ പറയാന്ന് പറഞ്ഞ പറയൂ? ആ, അതൊക്കെ നോക്കാം. അതും പറ. വീട്ടില് ഉമ്മ ഉണ്ട്, ഉം. താത്താരുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. വേറെ ആരുമില്ല? വേറെ ആരും വേണ്ടല്ലോ, ഞാൻ തന്നെ പോരെ, ധാരാളല്ലേ? പിന്നെ ധാരാളല്ലേ? പിന്നെ ഉം. അത് ഒന്ന് പറയോ പിന്നെ പറയാന്ന് പറഞ്ഞു? ഓ, അത് നമുക്ക് പിന്നെ തന്നെ പറയാം. എന്തൊരു സാധനമാണ്, അതിനു വേണ്ടി ഇത്രയും ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നില്ലേ ഞാന്? എന്തിന്? ഇത് പിന്നെ പറയുന്നു വിചാരിച്ചിട്ട്. പറയൂല? അത് പിന്നെ പറയാം. എന്ത് സാധനാടോ. ഇനി എന്നെ പറ്റിയെല്ലാം അറിയാനുണ്ടോ? അറിയാനുണ്ടോന്ന് ചോദിച്ചാ അറിയാനൊക്കെ ഉണ്ട്. ചോദിച്ചാ പറയോ? ചോദിക്ക്. അതോ പിന്നെ പറയാ അറിഞ്ഞിട്ട് പോവോ? ചോദിച്ചു നോക്ക്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഇക്കാക്കന്മാരുണ്ട്. ഇക്കാക്കന്മാരാ? എത്ര ആള്? 2 പേര്. എന്റെ അമ്മേ, 2 പേരാ? പേടിയാവുന്നു? പേടി? അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ എന്നാലും ചെറിയൊരു ഭയം. എന്തിന്? പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അവര് ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതെനിക്കറിഞ്ഞൂടാ. ഉണ്ടാവോ? എന്നിട്ടാണോ കുരുപ്പ പറയാതിരിക്കുന്നത്? പിന്നെ ഈ കൊലച്ചിരി പോലെ തോന്നുന്നുണ്ട്. തോന്നും. അതെ, ഇതൊക്കെ എന്റെ വീട്ടിലറിഞ്ഞ എന്താ ചെയ്യാ? ഇതൊക്കെ എങ്ങനെ സോൾവ് ആക്കും പറ. അത് കൊട്ടേഷൻ കൊടുക്കാം. അയ്യോ, വേണ്ടേ? വേണ്ട. പിന്നെ പിന്നെന്താ? ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ, എന്നെ ഇഷ്ടാണോ? അത് ഇഷ്ടാണോന്നൊക്കെ ചോദിച്ചാ ഇഷ്ടാണല്ലേ? അതിപ്പോ ഞാൻ എന്ത് പറയാ? ഒന്ന് പറയടോ, കളിപ്പിക്കല്ലേ. ഇപ്പൊ ഞാൻ എസ് പറയണോ നോ പറയണോ? എസ് പറഞ്ഞാ മതി, അതല്ലേ സന്തോഷം. എനക്കും സന്തോഷം, എനിക്കും സന്തോഷം. പിന്നെ പറഞ്ഞാ മതി. പിന്നെ അത് പറയല്ല, ആ വാക്കൊന്ന് ഒഴിവാക്കോയി. ഇതൊന്ന് പറയൂ പ്ലീസ്. ഇത്രയും കാലം ഞാൻ കാത്ത് ഇവിടെ ഇരിക്കുന്നല്ലേ, ഇത്ര കാലയിലൂടെ എന്നെ പുറകെ കിടക്കുന്നു. ഒരു ദയ തോന്നിക്കൂടെ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം.
എന്തൊരു നീ ഒന്ന് മാറ്റി പിടിക്ക. ഇങ്ങനെ ഒന്ന് കളിപ്പിക്കല്ലേ എന്റെ പൊന്നെ. എന്താണ് ഇത്? ഞാൻ പോവാം പോ. ശരി. പോവല്ലേ. ഇപ്പൊ ഞാൻ പോവാ നീ എന്നെ കളിപ്പിക്കാൻ. ഞാൻ പോവാം. ശരി, ബൈ. ഞാൻ പോവാം.